മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന രമേശ് ചെന്നിത്തലയുടെ വിളിയിൽ നിയമസഭയിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുവാക്കളിലെ അക്രമവാസനയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു ഭരണ പ്രതിപക്ഷ വാക്പോര് രൂക്ഷമായത്. സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടാനല്ല സഭയിൽ എത്തുന്നതെന്ന് പ്രതിപക്ഷവും തിരിച്ചടിച്ചു. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. സംസ്ഥാനത്തെ അടിക്കടിയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചുമുള്ള ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൊമ്പുകോർത്തത്. തുടക്കത്തിൽ സംസാരിച്ച രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ഇടയ്ക്കിടെ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ഓരോ ചോദ്യത്തിനും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എഴുന്നേറ്റ് മറുപടി പറയണമെന്നത് ശരിയാണോ എന്നും നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചെന്നിത്തല മനസ്സിലാക്കണമെന്നും ക്ഷുഭിതനായി മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അൺപാർലമെന്ററി വാക്കല്ലെന്നും വീണ്ടും എഴുന്നേറ്റ് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി, ആ കൂട്ടക്കൊലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി, വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നതാണ്. അങ്ങേക്ക് അറിയാമല്ലോ. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. TP കേസിലെ പ്രതികളുടെ പരോൾ വിഷയം സഭയിൽ വീണ്ടും ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ വാക്പോര് രൂക്ഷമായി. വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. സർ, ഏതറ്റം വരെ പോകും ഈ രാഷ്ട്രീയമായിട്ടുള്ള ദുരാരോപണങ്ങൾ എന്നതിന്റെ തെളിവായിരുന്നല്ലോ അത്. സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടാനല്ല സഭയിലെത്തുന്നതെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.